start our revision on module 1. So brief ആയിട്ട് പറഞ്ഞു പോവാണ് starting with introduction. എന്തുകൊണ്ട് നമ്മൾ ഫാക്സ് ഡിവൈസിലോട്ട് വന്നു? Because power industries mainly face problems. In transmission and distribution, they face problems such that electric demand supply chain capable ആണ്, പക്ഷെ thermal ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് electric demand supply ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ലാർജ് പവർ സിസ്റ്റത്തിൽ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് occur ചെയ്യും and that causes power disruption and blackouts leading to huge losses. So ഇതിനെല്ലാം സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചതാണ് ഫാക്സ് കൺട്രോളേഴ്സ്. സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ അതേപോലെ മോട്ടോർ ഡ്രൈവ്സിലൊക്കെയാണ്. ഇതേ പവർ ഇലക്ട്രോണിക് സ്വിച്ചസിന്റെ അവൈലബിലിറ്റി കാരണം നമുക്ക് AC ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്സിന്റെ കൂടുതൽ ഫ്ലെക്സിബിൾ ആൻഡ് ഇംപ്രൂവ്ഡ് ഓപ്പറേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം. സോ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ ഫാക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സോ വാട്ട് ഈസ് ഫാക്സ്? നെയിം ഡിഫറെന്റ് ഫാക്സ് ഡിവൈസസ്. This was a question for the exam in May 2019. ഫാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്തുവാണ്? ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം. പവർ സിസ്റ്റത്തിലെ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് ഫാക്സ്. സോ അതിന്റെ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ, flexible AC transmission system refers to the system consisting of fast-acting power electronic controllers along with power system devices to enhance the controllability and stability of the transmission system along with the increase in power transfer capabilities of the existing system. അപ്പോൾ പവർ ഇലക്ട്രോണിക് ഡിവൈസസിനെ പവർ സിസ്റ്റം ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ കൺട്രോളബിലിറ്റി സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പം പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റീസ് കൂട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. Simply, it is the power electronics applications in power systems. The question the scheme is 2 marks for definition and 3 marks for fact devices. നമ്മൾ ഓരോ മൊഡ്യൂളിലും മൊഡ്യൂൾ 2, 3, 4, 5, 6 ഓരോ ഫാക്സ് ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? പവർ സിസ്റ്റത്തിലുള്ള ഇഷ്യൂസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പവർ ട്രാൻസ്ഫർ പവർ ഫ്ലോനെ സഹായിക്കുന്ന ഡിവൈസസ് ആണ് ഫാക്സ് ഡിവൈസസ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നന്നായിട്ട് മനസ്സിലായെങ്കിൽ ഫർദർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു കണ്ടിന്യൂറ്റി വേണം ഫ്രം മൊഡ്യൂൾ 1 ടു മൊഡ്യൂൾ 6. പാരാമീറ്റേഴ്സിനെ വേരി ചെയ്തിട്ടാണ് ഫാക്സ് അതിൻ്റെ പവർ സിസ്റ്റം ഓപ്പറേഷനെ ഇംപ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോളബിലിറ്റി ബൈ ചേഞ്ചിങ് സീരീസ് ഇംപിഡൻസ്, ഷണ്ട് ഇംപിഡൻസ്, കറന്റ്, വോൾട്ടേജ്, ഫേസ് ആംഗിൾ ആൻഡ് ഓൾസോ ബൈ ഡാമ്പിംഗ് ഓസിലേഷൻസ്. ഡിഫറെൻറ്റ് ഫാക്സ് ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ, സ്റ്റാറ്റ്കോം, TCSC, TCR എക്സെട്ര. ഇതാണ് ഓരോ മൊഡ്യൂളിലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഓരോ ഫാക്സ് ഡിവൈസാണ്. നൗ വി ക്യാൻ സ്റ്റഡി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്സ്. ഇപ്പോൾ ഫാക്സിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വേരിയബിൾ ഇംപിഡൻസ് ടൈപ്പ് കൺട്രോളേഴ്സ്. അതിൽ ഉൾപ്പെടുന്നതാണ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ. അതൊരു ഷണ്ട് കണക്റ്റഡ് ഡിവൈസസ് ആണ്. അതേപോലെ തൈറിസ്റ്റർ കൺട്രോൾ സീരീസ് കോമ്പൻസേറ്റർ, പേര് തന്നെ ഉണ്ട്, സീരീസ് കണക്റ്റഡ് ആണ്. തൈറിസ്റ്റർ കൺട്രോൾ ഫേസ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫോമർ, ദെൻ ഇന്റർലൈൻ പവർ ഫ്ലോ കൺട്രോളർ, യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളർ. ഇതാണ് മൊഡ്യൂൾ 2 തൊട്ട് 6 വരെ നമ്മൾ പഠിക്കുന്ന ഡിവൈസസ് ആണ്. സോ ഇത് വേരിയബിൾ ഇംപിഡൻസ് ടൈപ്പ് കാറ്റഗറി വരുന്നതാണ്. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഫാക്സ് കൺട്രോളേഴ്സിൽ വരുന്നതാണ് ഈ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ, TCSC, TCPST എക്സെട്ര. IPFC, UPFC falls under the second generation of fax controllers വരുന്നതാണ്. Second category വരുന്നത് voltage source converter type controllers ആണ്. And these mainly include static synchronous compensator and static synchronous series compensator. So STATCOM SSC module 5 പഠിച്ചതാണ്. So ഇത് voltage source converter based type ഫാക്സ് ആണ്. അപ്പോൾ ഇതാണ് രണ്ട് കാറ്റഗറി ഓഫ് ഫാക്സ്. അതേപോലെ തൈറിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോളേഴ്സ് ആണ് ഫാക്സിന്റെ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത്.
രണ്ടാമതായിട്ട് സെക്കൻഡ് ജനറേഷനിൽ വരുന്നതാണ് ഈ വോൾട്ടേജ് സോഴ്സ് ടൈപ്പ് വന്നേക്കുന്നത്. അതായത് UPFC, IPFC, അതേപോലെ സ്റ്റാറ്റ്കോം, SSC എല്ലാം സെക്കൻഡ് ജനറേഷൻ കാറ്റഗറി വരുന്നതാണ്. സോ ഈ കൺവേർട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതിന് കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് അല്ലെ സുപ്പീരിയർ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തൈറിസ്റ്റർ കൺട്രോൾഡ് ആയിട്ടുള്ള കൺട്രോളേഴ്സിനേക്കാൾ ഉള്ളത്. ജനറേഷൻ ഓഫ് കൺട്രോളേഴ്സിൽ വരുന്നത് തൈറിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോളറാണ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ, അതേപോലെ തൈറിസ്റ്റർ കൺട്രോൾ സീരീസ് കോമ്പൻസേറ്റർ ഒക്കെ. സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോളേഴ്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാറ്റ്കോം, SSC, സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ, യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളർ അല്ല. ഇത് ക്ലാസിഫിക്കേഷൻ അല്ല പറയുന്നത്, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ തൈറിസ്റ്റർ ബേസ്ഡ് ആണ്. അതിനേക്കാളും സുപ്പീരിയർ പെർഫോമൻസ് ഉള്ള ഫാക്സ് കൺട്രോളർ ആണ് സെക്കൻഡ് ജനറേഷനിൽ വരുന്നത്. അതിൽ സ്റ്റാറ്റ്കോമും SSCയും വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ ബേസ്ഡ് ടൈപ്പ് ആണ്. UPFC, IPFC, സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ, TCXC, etc. വേരിയബിൾ ഇംപിഡൻസ് ടൈപ്പ്. 2019 ഒക്ടോബറിലെ സപ്ലിമെന്ററി എക്സാമിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നെയിം ഡിഫറെന്റ് ഫാക്സ് ഡിവൈസസ് വിത്ത് ദെയർ സർക്യൂട്ട് റെപ്രസെന്റേഷൻസ്. അപ്പം നെയിം മാത്രം അറിഞ്ഞാൽ പോരാ, അതിന് സർക്യൂട്ട് റെപ്രസെന്റേഷൻ കൂടെ പഠിച്ചിരിക്കണം. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. Conclusion. So FACS means it is flexible AC transmission system. It is the application of power electronic devices to control the power flows and other quantities in power system. And these provide stability and controllability by changing series impedance, shunt impedance, current, voltage, phase angle, and also by damping oscillations. And basically there are two types of FACS controller. One is variable impedance type and other is voltage source converter type. And these converter based FACS controllers generally provide superior performance characteristics compared to thyristor controlled FACS controllers. University questions. First one, what is FACS? Name different FACS devices. 5 mark question ആയിരുന്നു. റെഗുലർ എക്സാം May 2019 question ആണ്. Second one, name different FACS devices with their circuit representations. അതും 5 mark question, that is from the supplementary examination on October 2019. Any queries, mail to alfie@snit@gmail.com. Thank you.